ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൗരസ്ത്യ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ആചരിക്കപ്പെടുന്ന നോമ്പാണ് വലിയ നോമ്പ്. ഉയർപ്പ് തിരുനാളിന്റെ ഒരുക്കമായ ഈ വലിയ നോമ്പിന്റെ 7ാം ദിനമായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി 25-ാം അധ്യായം 34-ാം വാക്യം. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റുപോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, വിശന്നു വന്ന ഏശാവിന് തന്റെ സഹോദരനായ യാക്കോബ് ആഹാരം നൽകി അവന്റെ ജ്യേഷ്ഠാവകാശത്തെ വാങ്ങി എടുക്കുന്നതായിട്ടാണ്. യാക്കോബ് 2 പ്രാവശ്യം തന്റെ സഹോദരനെ കബളിപ്പിക്കുന്നതായി നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു തന്റെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു വന്നപ്പോൾ പിശാച് അവനോട്, നിനക്ക് വിശക്കുന്നില്ലേ? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പിശാചിന് കൊടുത്ത മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നാണ്. ഏശാവ് ഏത് അപ്പം തിന്നു അവന്റെ ജ്യേഷ്ഠ അവകാശത്തെ നഷ്ടപ്പെടുത്തിയോ അവിടെ യേശു പിശാചിന്റെ ചതിയിൽ വീഴാതെ വിജയിക്കുന്നത് കാണുവാൻ നമുക്ക് ഈ ഭാഗത്ത് സാധിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരങ്ങളിൽ ഒന്നാണ് വിശപ്പ്. മനുഷ്യൻ അമിതമായി സ്നേഹിക്കുകയും ഒഴിവാക്കാൻ പറ്റാത്തവണ്ണം ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ വസ്തുക്കളിന്മേലും ഉള്ള വികാരം ഒരു തരത്തിലൊരു വിശപ്പാണ്. അത് പണമാകാം, സമ്പത്താകാം, ധനം, പദവികളാകാം, മറ്റു വിലയേറിയതെന്ന് നാം കരുതുന്ന എന്ത് വസ്തുക്കളും ആകാം. ഇത്തരം വിശപ്പുകളാണ് പലപ്പോഴും ദൈവത്തെ മറക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തിന്റെ വചനത്താലും സാധിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ശരിക്കുള്ള അനുതാപവും മാനസാന്തരവും അവഗണിച്ചുകൊണ്ട് ചില ത്യാഗങ്ങളിലും കർമ്മങ്ങളിലും മാത്രം നോമ്പിനെ ഒതുക്കി നിർത്തുന്നതും തെറ്റാണ്. ക്രൂശിതനായ മശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ താഴ്ച സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ നോമ്പുകാലം നമുക്ക് ഏവർക്കും അനുഗ്രഹങ്ങൾ പകർന്നുതരുവാൻ, ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവനായ മനസ്സലികളുള്ളതിനുമായ കർത്താവേ, അനേകം വിശപ്പുകൾ ഞങ്ങളിലുണ്ട്. അവിടുത്തെ വചനത്താൽ അതിനെയെല്ലാം അതിജീവിച്ച് അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളിന്മേൽ കൃപ തന്ന് നടത്തുമാറാകണമേ. ആമേൻ.